സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ലോകത്ത് വന്ന എല്ലാ മതങ്ങളും, ദൈവികമായിട്ടുള്ള എല്ലാ മതങ്ങളും, അമ്പിയാക്കളും വിശുദ്ധരും പ്രവാചകരും വിശുദ്ധരും കൊണ്ടുവന്ന എല്ലാ മതങ്ങളും പിന്നീട് അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയാണ്? അതിലേക്ക് കപടന്മാരായിട്ടുള്ള കുരുട്ടുബുദ്ധികളായിട്ടുള്ള അധികാരഭാവക്കാരായിട്ടുള്ളവർ കയറി വന്നു. അവരെവിടെയാണ് കത്തിവെച്ചത്? മർമ്മത്തിലായിരുന്നു. അതായത് പൂർണ്ണ പ്രഭയായി മാറിയ, അമ്പിയാക്കളെ അനന്തരമെടുത്ത പൂർണ്ണ ദൈവിക പ്രഭയായി മാറിയ ഇവരെ ദ്രോഹിക്കുകയും അതുപോലെ തന്നെ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മായം കലർന്ന എല്ലാ മതവും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് വലിയ ഒരു അട്ടിമറിയുടെ, ചതിയുടെ ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമുക്കറിയാം, ഇത് മുഹറം മാസമാണ്. മുഹറം മാസം എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് എന്താണ് ഓർമ്മ വരേണ്ടത്? കർബലയാണ്. നമ്മളിലേക്കൊക്കെ ഓർമ്മ വരുന്നത് കർബലയാണ്. എന്നാൽ ഇന്ന് കർബലയുടെ ഓർമ്മ തന്നെ മൂടാനുള്ള ശ്രമം നടത്തുകയാണ്. ആരാണ് ഈ ഓർമ്മയെ മൂടുന്നത്? ആരാണോ മുന്നേ കർബല നടത്തിയത്? നബി കുടുംബത്തെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ തുടക്കം മുതൽ ആരാണോ ദ്രോഹിച്ചത്? പരിപൂർണമായ നൂറുകളെ ആരാണോ ദ്രോഹിച്ചത്? ആരാണോ അവരെ കൊലപ്പെടുത്താൻ മുൻകൈയെടുത്തത്? ആ പുരോഹിതന്മാരുടെ, ആ പണ്ഡിതന്മാരുടെ, ആ കപടന്മാരായിട്ടുള്ള അധികാരമോഹികളുടെ, അതിനെ സപ്പോർട്ട് ചെയ്തവരുടെ പിൻഗാമികൾ തന്നെയാണ് ഇതിനെ മറവിയിലേക്ക് പോകാൻ ഇന്ന് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. മുഹറം എന്ന് പറയുമ്പോൾ മൂസാ നബിയെ ഫിറഔനിൽ നിന്ന് രക്ഷിച്ച കഥയൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതൊക്കെയാണ് ഓർമ്മ വരുന്നത് പലവർക്കും. ഓർമ്മകൾ തീർച്ചയായിട്ടും മാഴുകയില്ല. മുഹറം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കർബല തന്നെയാണ്. കർബലയിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. കർബല മായ്ക്കാൻ ശ്രമിക്കുന്നവർ, ഇവിടെ നിന്ന് പല ചരിത്ര സത്യങ്ങളും മായ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അജണ്ടകളുണ്ട്. കാരണം അവരുടെ മുൻഗാമികൾ ഉണ്ടാക്കി വെച്ച കപട മതം അതറിഞ്ഞാൽ പൊളിഞ്ഞ് ചളക്കവും പൊളുക്കവും താഴെ വീഴും എന്നുള്ളതാണ് വസ്തുത. സുഹൃത്തുക്കളെ, കർബലയെ പലരും ഇവിടെ സൂഫി ചമഞ്ഞ് നടക്കുന്ന, കൽബ് ജാഹിലായിട്ടുള്ള, വെറുതെ സൂഫിസം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന, എന്നാൽ ഉള്ളിലൊരു മണ്ണാങ്കട്ടയും ഇല്ലാത്ത പലവരും, അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്നത്തെ മുആവിയൻ മതത്തിന്റെ പണ്ഡിതന്മാരും എല്ലാവരും കർബലയെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൂടാതെ പല കാര്യത്തെയും വെളുപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കർബല എങ്ങനെയാണ് നടന്നത്? ഇവര് ഒരു കഥ മാത്രം പറഞ്ഞു വെക്കും. കൂഫയിലേക്ക് ഹുസൈൻ അലിസ്സലാം കൂഫയിലേക്ക് പോകുന്നു. കൂഫക്കാര് അവിടുത്തെ ബൈഅത്ത് ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ കൂഫക്കാർ ചതിക്കുന്നു. തീർച്ചയായിട്ടും കൂഫക്കാർക്ക് വായ പൊന്തിയില്ല. അവരുടെ ജീവന് ഭീഷണി വന്നപ്പോൾ ബൈഅത്ത് ചെയ്യാമെന്ന് പറഞ്ഞവർ വരെ സൈലന്റ് ആയി. ആരെയാണ് വധിക്കാൻ പോകുന്നത്? തിരുനെറ്റിയിൽ ഹബീബിന്റെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുടുചുംബനവും ഹൃദയത്തിൽ അവിടുത്തെ നൂറും ഏറ്റുവാങ്ങിയ മുഴുവൻ നൂറായിട്ടുള്ള ഹസ്രത്ത് ഹുസൈനെ വധിക്കാൻ ശ്രമിക്കുമ്പോൾ വാഴ പൊന്താത്തത് ആർക്കാണ്? അവരുടെ ഉള്ളിൽ അള്ളാഹുവിന്റെ ദിവ്യപ്രഭ ഇല്ലാത്തത് കൊണ്ടാണ് വാഴ പൊന്താത്തത്. ജീവന് ഭീഷണി വന്നപ്പോൾ ആരാണ് ഭീഷണിപ്പെടുത്തുന്നത്? കൂഫക്കാരെ. യസീദിന്റെ സൈന്യമാണ്. യസീദ് ആരാണ്? തമ്മാടിയായിട്ടുള്ള, ഏകാധിപതിയായിട്ടുള്ള യസീദ് ആരാണ്? മുആവിയയുടെ പുത്രനാണ്. മുആവിയ ആരാണ്? അബൂ സുഫിയാന്റെ പുത്രനാണ്. കേവലമായ പുത്രനല്ല, എല്ലാം ഒരേ അച്ചിയാണ്. അതായത് അബൂ സുഫിയാന് ചേർന്ന പുത്രനാണ് മുആവിയ, മുആവിയക്ക് ചേർന്ന പുത്രനാണ് യസീദ്. പലരും ഇന്ന് മുആവിയയൊക്കെ വെളുപ്പിക്കാൻ നടക്കാണ്. കേരളത്തിലെ ഒരു പ്രമുഖ പണ്ഡിതനൊക്കെ മുആവിയയെ വെളുപ്പിക്കാൻ വന്നിട്ട് കണ്ഠം വഴി ഓടി. പേരൊന്നും പറഞ്ഞ് ഈ ചാനലിനെ വരെ നമ്മൾ അവിടുത്തെ അയാളെ പേര് പറഞ്ഞ് കൊളാക്കുന്നില്ല എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, അപ്പോ വലിയ സെർച്ചിങ് ചെയ്തു, വലിയ കാര്യത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നവർ വരെ ഇവരെയൊക്കെ വെളുപ്പിക്കുന്നവരാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവര് ആരുടെ മതമാണ് പേറുന്നത്? ഇവരുടെ മതം മുഹമ്മദ് നബിയുടെ മതമല്ല, മുആവിയയുടെ മതമാണ്. മുആവിയ ഹസ്രത്ത് അലിക്കെതിരെ, നബി മൗലയാക്കിയ ഏക മൗലക്കെതിരെ യുദ്ധം ചെയ്ത ആളാണ്. മാത്രമല്ല, നബി മൗലയാക്കിയ ഹസ്രത്ത് അലിയെ ഇവരുടെ കിതാബുകളിൽ തന്നെ, മായം കലർന്ന കിതാബുകളിൽ പോലും സത്യം തിളങ്ങി നിൽക്കും. സത്യത്തിന്റെ അവശേഷിപ്പ് ബാക്കി വെക്കും. സുഹൃത്തുക്കളെ, മറ്റുള്ള എല്ലാവരോടും ഹസ്രത്ത് അലിക്കെതിരെ മിമ്പറിൽ നിന്ന് ശാപപ്രാർത്ഥന നടത്താൻ ഓർഡർ നൽകിയ ആളാണ്. ഇയാൾ തന്നെയാണ്, ഇയാള് മരിച്ചു പോകുന്ന മുന്നേ തന്നെ സ്വന്തം മകനായിട്ടുള്ള, തമ്മാടിയായിട്ടുള്ള മകനായിട്ടുള്ള യസീദിനെ കുടിയിരുത്തുന്നത്. അപ്പൊ കർബല ഇത് കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഹറം 3 ഇത് കേവലമായിട്ട് സംഭവിച്ചു പോയ സംഭവമല്ല. അവിടെയാണ് യഥാർത്ഥ ദീൻ തകരുന്നത്, യഥാർത്ഥ ദൈവിക ദീൻ തകരുന്നത് എന്നുള്ളതാണ്. അവസാനത്തെ ആണിയാണ് അവിടെ അടിക്കുന്നത് കർബലയിൽ. ഇനി ചിലർ പറയുന്നത് അത് പണ്ഡിതന്മാരും മറ്റുള്ളവരൊന്നുമില്ല, 18,000 പണ്ഡിതന്മാർ, മുഹറം 3 18,000 പണ്ഡിതന്മാർ ഹസ്രത്ത് ഹുസൈനെ വധിക്കാൻ ഫത്വ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പണ്ഡിതന്മാരുടെ ബാക്കി പത്രങ്ങൾ തന്നെയാണ് ഇന്നും ഇവിടെ മുആവിയൻ മതത്തെ പേറുന്ന പണ്ഡിത പുരോഹിത ജാഹിലുകളായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുന്ന അടുത്ത വാദം പറയുകയാണ്. ഈ വാദമൊക്കെ കൊണ്ടുവരുന്നതിൽ പ്രധാനികൾ നേരത്തെ പറഞ്ഞ കപടന്മാരായ, ഉള്ളിലൊരു തേങ്ങയും ഇല്ലാത്ത, പച്ച മലയാളത്തിൽ പറഞ്ഞ ഉള്ളിലൊരു തേങ്ങയും ഇല്ലാത്ത, വായ കൊണ്ട് വെറുതെ കപട സ്നേഹമൊക്കെ അഭിനയിക്കുന്ന, സൂഫികൾ എന്ന് പറഞ്ഞ് ചമഞ്ഞിരിക്കുന്ന, വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ അഹങ്കാരത്തിന്റെ കുറ്റുമുട്ടിയിൽ നിൽക്കുന്ന ആളുകൾ വരെ കൊണ്ടുവരുന്ന വാദമാണ്. അതൊക്കെ സംഭവിക്കേണ്ടതാണ്, സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത്. സുഹൃത്തുക്കളെ, എല്ലാം സംഭവിക്കേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. ഹസ്രത്ത് ഹുസൈൻ കർബലയുടെ രണാങ്കളത്തിൽ തന്നെ എത്തുന്ന സീനൊക്കെ ഉണ്ട്, റൗണ്ട് അടിച്ചിട്ട്. തീർച്ചയായിട്ടും അത് സംഭവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ഒരാളൊരു കൊലപാതകം നടത്തുകയാണ്. അവര് നല്ല വ്യക്തിയാണ്, അത് സംഭവിക്കേണ്ടതാണെന്ന് പറഞ്ഞ് അവരുടെ പൂമാല ഇടാൻ പറ്റും? അത് ചെയ്തയാള് തെറ്റുകാരൻ തന്നെയാണ്. അതായത് ഇവരുടെ കൺസെപ്റ്റില് ഗോവിന്ദസ്വാമിയൊക്കെ വളരെ നല്ല ആളായി മാറും, ഇവര് പൂമാലിട്ട് സ്വീകരിക്കും. അപ്പോൾ തമ്മാടിയായിട്ടുള്ള യസീദിനെയും യസീദിന്റെ കൂട്ടാളികളെയും അവിടെ മൗനം അവലംബിച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിനെ ഒന്ന് കൊലവിളിക്കാൻ നിൽക്കുന്ന പൈശാചികരുടെ മുമ്പിൽ മൗനം അവലംബിച്ചവർ വരെ തെറ്റുകാരാണ്, തമ്മാടികളാണ്. അതിന് ഓർഡർ കൊടുത്ത അന്നത്തെ രാജാവ് യസീദ് അടക്കം എല്ലാവരും അവിടെയുള്ള മൗനം. എത്ര ആളുകളുണ്ട്? വിശുദ്ധ കാലഘട്ടമല്ലേ, ഉത്തമ നൂറ്റാണ്ടല്ലേ നിങ്ങൾ പറയുന്ന. അവർക്ക് എന്തുകൊണ്ട് ഹബീബിന്റെ പേരക്കുട്ടിയെ അവിടെ കൊല്ലാൻ, അവിടുത്തെ കുടുംബത്തെ മൊത്തം മാനവരാശിയുടെ ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം, കൂടുതൽ പറയുന്നില്ല, മാനവരാശിയുടെ ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത രൂപത്തിൽ കൊല ചെയ്യുമ്പോൾ അവരുടെ വാഴ എന്തുകൊണ്ട് പൊന്തിയില്ല? അതിനെ സോപ്പിടുന്നവർ അന്നും ഉണ്ടായിട്ടുണ്ട്. അവരുടെ ബാക്കി പത്രങ്ങളാണ് എന്നുള്ള ഈ പുരോഹിതന്മാരും ഈ കപട സൂഫികളും സകല മണ്ണാങ്കട്ടകളും എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഗൗരവത്തെ തന്നെ പറയേണ്ടതാണ്. ഹസ്രത്ത് ഹുസൈനും സംഘവും ഒരിക്കലും തോറ്റിട്ടില്ല. ഹസ്രത്ത് ഹുസൈൻ പറഞ്ഞത് തലയെടുത്തോളൂ, തലയെടുത്താലും യസീദിന് കൈകൊട്ടിക്കില്ല എന്നുള്ളതാണ്. അതാകണം നമ്മുടെയും മുദ്രാവാക്യം. തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ, നബി കുടുംബത്തോടുള്ള, നബിയുടെ ആത്മീയമായ കുടുംബത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹസ്രത്ത് ഹുസൈനെ പറ്റി, ഹസ്രത്ത് ഹസ്സനെ പറ്റി, ഫാത്തിമ ബീവിയെ പറ്റി, മൗല അലിയെ പറ്റി. അവരെ നബി ഭൂമിയിൽ നിന്ന് പോയ പാടന്നെ ഇവിടെ ദ്രോഹം തുടങ്ങുന്നുണ്ട് അവരോടുള്ള. എന്തിനേറെ പറയുന്നു, നബി വസിയത്ത് എഴുതാൻ പേന ചോദിച്ചപ്പോ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞവരാണ്. ഖുർആൻ ഉണ്ട് എന്ന് പറഞ്ഞതാണ് വരാവര്. ഖുർആൻ ആരാ കൊണ്ടുവന്നത്? ഈ അക്ഷരത്തിലാണോ ഖുർആൻ കിടക്കുന്നത്? ഹബീബിന്റെ നെഞ്ചിലല്ലേ, ഹൃദയത്തിലല്ലേ? ഖുർആനൊക്കെ കൊണ്ടുവന്ന്, ഈ അക്ഷര ഖുർആൻ അടക്കം കൊണ്ടുവന്നത് നബിയല്ലേ? ആ നബിയുടെ വസിയത്തിനെ നിഷേധിക്കുന്നവര് വലിയ പ്രമുഖരാണ് ഇതൊക്കെ. അപ്പൊ ഇവർക്ക് ഹബീബിനെ തിരിഞ്ഞിട്ടില്ല, റസൂലുള്ളാഹിനെ തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം നമുക്കറിയാം, ഇവർ ചരിത്രം പഠിക്കരുത് എന്നാ പറയുന്നത്. ക്രിസ്ത്യാനികൾ പഴിച്ചുപോയി. ഈസാ നബിക്ക് ശേഷം, യേശു ക്രിസ്തുവിന് ശേഷം ഇങ്ങോട്ട് അവർ മായം കലർത്തി. ജൂതന്മാരും മോശസിന് ശേഷം മായം കലർത്തി, ഹിന്ദുക്കൾ മായം കലർത്തി. എന്നാൽ ഞമ്മന്റെ കണ്ണിലെ കോല് നോക്കാതെയാണ് അവരുടെ കണ്ണിലെ കരടെടുക്കാൻ പോകുന്നത് ഇവിടുത്തെ മുല്ലാക്കമാര്. നിങ്ങൾ എന്തുകൊണ്ട് പരിശുദ്ധ റസൂലിന്റെ ചരിത്രം പറയുന്നില്ല? നിങ്ങൾ മൂസാ നബിയുടെ, ഈസാ നബിയുടെ ഒക്കെ ചരിത്രം പറഞ്ഞിരിക്കുകയാണോ? പരിശുദ്ധ റസൂലിന്റെ കാലശേഷം എന്താണ് നടന്നത്? അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശരീരം വെച്ചുകൊണ്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് അത് മറമാടുന്നത്. പെട്ടെന്ന് മറമാടണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം. അപ്പൊ ഇവിടെ അടി നടക്കുകയാണ്. ഇപ്പോഴത്തെ അധികാരത്തിന് വേണ്ടി നമ്മൾ ബിംബങ്ങളാക്കി വെച്ച പലവരും അടി നടക്കുകയാണ് എന്നുള്ള സത്യം നമ്മൾ അറിയണം. അതിനുശേഷം ഫാത്തിമ ബീവിയെ ദ്രോഹിച്ചു. ആരാണ് ഫാത്തിമ ബീവിയെ ദ്രോഹിച്ചത്? മുസ്ലിങ്ങൾ എന്ന് പേരുകൊണ്ട് പറയുന്നവർ തന്നെയാണ് ഫാത്തിമ ബീവിയെ ദ്രോഹിച്ചത്. ഫാത്തിമ ബീവിയെ ദ്രോഹിച്ച കഥയൊക്കെ നമുക്കറിയാം. ഹസ്രത്ത് അലിയെ ദ്രോഹിച്ചു, നിരന്തരം വേട്ടയാടി ദ്രോഹിച്ചു. എന്തിനാണ് ഇത് ദ്രോഹിച്ചത്? ഇത് പറയുമ്പോ അത് പറയരുത്, ഉണ്ടാതിരിക്കണം എന്നൊക്കെ പറയാറുണ്ട് പലവരും. നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും. കാരണം അവരൊന്നും സത്യത്തിന്റെ വക്താക്കളല്ല. കാരണം ഇവിടെ സത്യത്തെ മൂടുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, പൂർണ്ണമായി ദൈവിക പ്രഭയായ വിശുദ്ധരെ ദ്രോഹിച്ചുകൊണ്ടും കൊലപ്പെടുത്തിക്കൊണ്ടുമാണ് ഇവിടെ സത്യത്തെ മൂടിയിട്ടുള്ളത്. അവർ തീർച്ചയായിട്ടും കൊലപ്പെട്ടിട്ടില്ല. അവർ വിജയിച്ചവരാണ്. അവർ മരിക്കുന്നവരുമല്ല, ജീവിച്ചിരിക്കുന്നവരുമാണ്. പക്ഷെ ആർക്കാണ് അവർ ജീവിച്ചിരിക്കുന്നവര്? ആരാണ് അവരായിട്ട് കണക്ഷൻ ആകല്? അതിലേക്ക് നമുക്ക് വരാം. ഏറ്റവും വലിയ അട്ടിമറി ചെയ്യുന്നത് ഇസ്ലാമിക ചരിത്രത്തിലാണ് ഈ അബൂ സുഫിയാൻ, മുആവിയൻ, യസീദ്, തമ്മാടി ടീമാണ്. അവരുടെ പിറകിൽ എല്ലാവരും ഉണ്ട്. നബിയെ ആന്തരികമായി മനസ്സിലാക്കിയവർ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവര് ഖുർആൻ ഉണ്ട്, നബിയെ വേണ്ടാന്ന് വരെ പറയുന്നവർ വരെ ഉണ്ടായത്, പ്രമുഖരിൽ വരെ. അപ്പൊ തീർച്ചയായിട്ടും ഇവർ അവരുടെ അധികാരത്തിനും ഇവരുടെ മറ്റു പലതിനും, ഇവരുടെ പൈശാചികതക്കും വേണ്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് മൂടി വെച്ചത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആരെയാണ് ഇവർ ദ്രോഹിച്ചത്? അവരെന്താണ്? അവരാണ് യഥാർത്ഥത്തിൽ ദീനിന്റെ കാതൽ. അവർ ദീനിനും അപ്പുറമാണ്. ഹസ്രത്ത് ഹുസൈൻ ആണ് ദീൻ എന്നല്ല, ദീനിനും അപ്പുറമാണ് ഹസ്രത്ത് ഹുസൈൻ. അവർ നൂറിന്റെ പ്രഭകളാണ്. ഹസ്രത്ത് അലി, ഫാത്തിമ ബീവി, ഹസ്രത്ത് ഹസൻ, എല്ലാവരും അവരിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ കൈമാറുന്നത്. നബിയുടെ ഏക മൗല ഹസ്രത്ത് അലിയാണ്. ഹസ്രത്ത് അലി മറ്റുള്ളവരെ പോലെയല്ല.
ഹസ്രത്ത് അലിയെ പോലെയാണ് മറ്റുള്ള എല്ലാവരും എന്നുള്ളതൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള, ഇതിനെ മൂഢാൻ ഉണ്ടാക്കിയിട്ടുള്ള തട്ടിപ്പ് വാദങ്ങളാണ് എന്നുള്ളതാണ്. നബി ആരിലേക്കാണ് ഇതിനെ ആന്തരികത കൈമാറുന്നത്? ദീനിന്റെ കാതൽ ആത്മീയതയാണ്. ആ ആത്മീയത കൈമാറുന്നത് ഹസ്രത്ത് അലിയിലേക്കാണ്. അതിന്റെ അധികാരി ഹസ്രത്ത് അലിയാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന ഹദീസ് തന്നെ ഉണ്ട്, കണ്ണടക്കൂ കൽബ് തുറക്കൂ എന്ന് പറഞ്ഞ് ഈ താക്കോൽ ഹസ്രത്ത് അലിക്കാണ് കൊടുക്കുന്നത്. ഈ ആന്തരികത ഉള്ളവരെയാണ് ഇവർ ദ്രോഹിക്കുന്നത്. ഏത് മതത്തിന്റെ അട്ടിമറിയ എടുത്താലും ദ്രോഹിക്കുന്നവർ ദ്രോഹിക്കുന്നത് ആന്തരിക വശത്തെ കൈവശപ്പെടുത്തിയവരുടെ ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതിനെയാണ് മൂടി വെച്ചത്. ഇവിടെയാണ് ഇതിന്റെ പ്രസക്തി. ഇതുവർ പറയരുത് എന്നൊക്കെ പറയുകയാണ്. ഇവിടുത്തെ പുരോഹിതന്മാർക്ക് യഥാർത്ഥം പുറത്തു വരരുത്. ഇവിടുത്തെ സൂഫികളല്ലാത്ത സൂഫി ചമഞ്ഞിരിക്കുന്നവർക്ക് അവരുടെ കാവഡ്യവും അവർ ഒന്നും ഉണരാതെ എന്താണെന്ന് അറിയാതെ എല്ലാം ആയെന്ന് പറഞ്ഞ് അവർക്ക് ഇവിടെ അഹങ്കാരത്തിൽ വിഹരിക്കണം. അപ്പൊ ഇത് പുറത്തേക്ക് വരരുത്. ഇത് ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് കൈമാറേണ്ട ഈ നിധി, ഇതിന്റെ സമഗ്രമായ വിജ്ഞാനം ആരാണ് പഠിപ്പിക്കല്? അതിനെ ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് കൈമാറുന്നവർ തീർച്ചയായിട്ടും അതിന്റെ സമഗ്രമായ ജ്ഞാനവും പഠിപ്പിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ പുനരുജ്ജീവിപ്പിക്കൽ ആരാണ്? തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീർ വാർത്ത് പ്രണയത്തോടെ കാത്തിരുന്ന, ഫാത്തിമ ബീവി കാത്തിരുന്ന, ഹസ്രത്ത് അലി കാത്തിരുന്ന, മൗലാ അലി കാത്തിരുന്ന, ഹുസൈൻ അലിസ്സലാം കാത്തിരുന്ന, ഹസൻ കാത്തിരുന്ന, ആന്തരികമായി അവരുടെയൊക്കെ കൈപിടിച്ചു വരുന്ന നായകൻ ഇമാം മഹദിയാണ്. അവരുടെയും നായകൻ, അവരുടെ എല്ലാം നാഥൻ, നമ്മുടെ നാഥൻ ഇമാം മഹദിയാണ് ഇതിനെയൊക്കെ പുനരുജ്ജീവിപ്പിക്കുക. തീർച്ചയായിട്ടും കർബല ഇന്നും ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം, കർബല എന്ന് പറഞ്ഞാൽ സത്യത്തെ അവർ 100നെ ഊതിക്കെടുത്താൻ ശ്രമിച്ചതാണ്. 100 ഒരിക്കലും ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ അതിനെ അള്ളാഹു പടർത്തുക തന്നെ ചെയ്യും. ദൈവം അതിനെ പടർത്തുക തന്നെ ചെയ്യും. അതാണ് കർബലയിൽ കണ്ടത്. അപ്പൊ കർബല അസത്യത്തിന്റെ അനുയായികൾ സത്യത്തിനെതിരെ നടത്തിയ പോരാട്ടമാണ്. അത് ഇന്നും ഉണ്ട്. ഇന്നും അന്ധതയും മതപുരോഹിതത്വവും യഥാർത്ഥ പ്രഭയ സത്യത്തെ മൂടിക്കെട്ടാനുള്ള ശ്രമങ്ങളും അനീതിയും അക്രമവും അധികാരമോഹവും എല്ലാ തമ്മാടിത്തരവും ഇന്നുണ്ട്. കർബല എന്നുണ്ട്. സുഹൃത്തുക്കളെ, കർബല വിജയിപ്പിക്കാൻ എല്ലാ നിലക്കും, ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും എല്ലാം കർബല വിജയിപ്പിക്കാൻ ഭൂമിയിൽ എക്കാലത്തും നെഗറ്റീവാണ് കൂടി നിന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എക്കാലത്തും ഇവിടെ സത്യം പറഞ്ഞവർ കല്ലെറിയപ്പെട്ടിട്ടുണ്ട്. ആന്തരികമായി അവരാണ് വിജയിച്ചവർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സത്യം പറഞ്ഞവർ ഭൂമിയിൽ എപ്പോഴും കല്ലെറിയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ എല്ലാവരും കാത്തിരുന്ന, ആദം മുതൽ എല്ലാ പ്രവാചകന്മാരും എല്ലാ അമ്പിയാക്കളും എല്ലാവരും കാത്തിരുന്ന എല്ലാവരുടെയും നാഥൻ നായകൻ വന്നാൽ തീർച്ചയായിട്ടും കർബല വിജയിക്കും, സത്യം വിജയിക്കും, ഭൂമിയിൽ നീതി നടപ്പിലാകും. ആ നാഥൻ യഥാർത്ഥ ആത്മീയതയുമായാണ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഹസ്രത്ത് അലി പഠിപ്പിച്ച, ഹസ്രത്ത് അലിയെ കൊണ്ട് ഇവർ പറയാൻ സമ്മതിപ്പിക്കാത്ത പൂർണ്ണമായിട്ടുള്ള ആത്മീയതയുമായിട്ട് ഇമാം മഹദി, മഹാനാഥൻ സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി വന്നിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ആരിലേക്കാണ് അവിടുന്ന് വരുന്നത്? സത്യത്തെ തേടുന്ന, സ്നേഹത്തിന്റെ വിലാപമായി നിൽക്കുന്ന, സത്യത്തെ തേടുന്ന, സ്നേഹത്തിന്റെ മതത്തെ തേടുന്ന മനുഷ്യരുണ്ട്. അവരാരിലുണ്ട്? എല്ലാ മതക്കാരിലും എല്ലാ വിഭാഗത്തിലും മതമില്ലാത്തവരിലും ഉണ്ട്. അവരിലേക്കാണ് മഹാനാഥൻ വരുന്നത്. അവർ ആ മഹാനാഥനിലേക്ക് പൊതിയുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു, ആർക്കാണ് ഹസ്രത്ത് അലി, മൗലാ അലി മരിച്ചിട്ടില്ല, മൗലാ ഹുസൈൻ മരിച്ചിട്ടില്ല എന്ന് ആർക്കാണ് മനസ്സിലാകല്? ഹസ്രത്ത് ഹുസൈൻ മരിച്ചിട്ടില്ല എന്ന് ആർക്കാണ് മനസ്സിലാകല്? വെറുതെ വായ കൊണ്ട് പറയുന്നവർക്കല്ല. ഇങ്ങനെ നമുക്കറിയാം, സുന്നികളും ഷിയാക്കളും ഉണ്ട്. ഷിയാക്കൾ ഹസ്രത്ത് അലിയുടെ പേരും ഈ ഹസ്രത്ത് ഹുസൈന്റെ പേരൊക്കെ വായ കൊണ്ട് പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് ഹൃദയബന്ധമില്ല. ഹൃദയബന്ധമുണ്ടെങ്കിൽ എന്ത് വേണം? മൗലാ അലി കൊണ്ടുവന്ന, ഹസ്രത്ത് ഹുസൈൻ കൊണ്ടുവന്ന ആത്മീയതയിലേക്ക് പ്രവേശിക്കണം. അതിന് ആദ്യം അള്ളാഹുമായി ബന്ധമാകുന്ന കൽബ് ഓണാക്കണം. ആ കൽബിന്റെ നിധി വിതരണം ചെയ്ത് പൂർണ്ണമായിട്ടുള്ള ആത്മീയത പഠിപ്പിച്ചുകൊണ്ടാണ് ഇമാം മഹദി വന്നിരിക്കുന്നത്. അപ്പോ കൽബ് ഉണർന്നാലാണ്, നമ്മുടെ ഉള്ളിൽ നൂറായാലാണ്, മൗലാ അലി നൂറാണ്, മൗലാ ഹുസൈൻ നൂറാണ്, അവരോട് ബന്ധമാകല്. അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാവുമെന്ന് അവരാരും മരിച്ചിട്ടില്ല, അവർ തോറ്റിട്ടില്ല, വിജയിച്ചവരാണെന്ന്. ഇങ്ങനെ വിലാപത്തെ, സത്യത്തെ ഭൂമിയിൽ അടിച്ചമർത്തുന്നത് കണ്ട് വിലപിച്ചിരുന്ന ആത്മാക്കൾക്ക് സന്തോഷ വാർത്തയാക്കിക്കൊണ്ട്, അവരുടെ വിലാപത്തെ ആനന്ദമാക്കിക്കൊണ്ട് ഭൂമിയിലും കർബല വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി, ഇമാം മഹദി, മഹാനാഥൻ വന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, അവിടുത്തെ രഹസ്യം, അവിടുത്തെ പൂർണ്ണ പ്രതിനിധി റിയാസിന്റെ രഹസ്യം സയ്യിദ് യൂനുസ് അൽ ഗോഹർ അൾട്രാ ടിവിയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നു. ആത്മീയത മാത്രമല്ല, ആത്മീയത സമഗ്രമായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതിനപ്പുറമുള്ള രഹസ്യങ്ങളും, തീർച്ചയായിട്ടും എല്ലാ രഹസ്യങ്ങളും വെളിവാകൽ. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു, നാരായണൻ മറച്ചു വെച്ചത് വെളിവാകാൻ സമയമായല്ലോ എന്ന്. എല്ലാ രഹസ്യങ്ങളും വെളിവാകൽ ഈ കാലഘട്ടത്തിലാണ്, മഹാനാഥൻ ഇറങ്ങി വരുന്ന ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ അവിടുത്തെ രഹസ്യം തീർച്ചയായിട്ടും ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു, മഹാ ആന്തരിക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൾട്രാ ടി വി കേട്ട് നോക്കാം, അവിടുത്തെ പഠിച്ചു നോക്കാം. നിങ്ങൾ അവിടുത്തെ ആത്മാവാണെങ്കിൽ അവിടുത്തോട് കണക്ഷൻ എടുക്കും. സുഹൃത്തുക്കളെ, അബൂ ഹുറൈറ പറഞ്ഞിട്ടുണ്ട്, 2 ഇൽമുകൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിച്ചു. ഒന്ന് പറഞ്ഞു, രണ്ടാമത്തത് പറഞ്ഞാൽ കൊല്ലപ്പെടുമെന്ന്. അതിനർത്ഥം എന്താണ്? രണ്ടാമത്തത് പറയാൻ അബൂ ഹുറൈറക്ക് പേടിയാണ്, നബിയുടെ സഹാബത്തിന് പേടിയാണ്. എന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ പറയുക തന്നെ ചെയ്യും.
തീർച്ചയായിട്ടും നമ്മൾ അത് പറയുക തന്നെ ചെയ്യും. കാരണം എന്തെന്നാൽ നമ്മുടെ നായകൻ സയ്യിദ് യൂനുസ് അൽ ബോഹറാണ്. അതെ, എല്ലാവരും സന്തോഷിക്കുന്ന, ലോകത്ത് വന്ന എല്ലാ മഹത്തുക്കളും ഹസ്രത്ത് അലിയും ഫാത്തിമ ബീവിയും സൈനബ് പുഞ്ചിരിക്കുന്ന കാലമായിരിക്കുന്നു. അവരൊക്കെ ആനന്ദ നൃത്തമാടുന്ന കാലമായിരിക്കുന്നു ഭൂമിയിൽ നോക്കിയിട്ട്. കാരണം എന്താ? ഭൂമിയിൽ മഹാനീതിയുടെ നാഥൻ ഇറങ്ങി വന്നിരിക്കുന്നു. അൾറയുടെ രഥം വഹിച്ചുകൊണ്ട് സയ്യിദ് യൂനുസ് അൽ ബോഹർ ഇതിനെ മുന്നോട്ട് ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. സുഹൃത്തുക്കളെ, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എന്റെ ഏറ്റവും വലിയ അനുയായിയേക്കാളും ഉത്തമരായിരിക്കും ഇമാം മഹദിയുടെ ചെറിയ അനുയായി എന്നുള്ളതാണ്. കാരണം അവിടുന്ന് എല്ലാവരും കാത്തിരുന്ന മഹാനാഥനാണ്. ഹസ്രത്ത് അലി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യത്വമുള്ളവർ തീക്ഷ്ണമായിട്ടുള്ള നീതിയുടെ വക്താക്കളാകുമെന്ന്. സുഹൃത്തുക്കളെ, ഹസ്രത്ത് അലി ഭൂമിയിൽ ശരീരത്തോടെ ഉണ്ടാകുമ്പോൾ അവിടുത്തെ സംസാരിക്കാൻ വരെ സമ്മതിച്ചിട്ടില്ല. എന്നാൽ ആ കാലം പോയി. മഹാനീതി, മഹാസ്നേഹം ഭൂമിയിൽ ഇറങ്ങുന്ന കാലമായി. അതുകൊണ്ട് തന്നെ സയ്യിദ് യൂനുസ് അൽ ബോഹർ ആത്മീയത മാത്രമല്ല, അബൂ ഹുറൈറ മറച്ചു വെച്ച രണ്ടാമത്തെ ഇൽമു, അബൂ ഹുറൈറ പറയില്ലാൻ പേടിയാണ്, കൊല്ലപ്പെടുമെന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇൽമു മാത്രമല്ല, അതിനപ്പുറമുള്ളതെല്ലാം തുറക്കുന്നു, അതിനപ്പുറം എല്ലാം പ്രാക്ടിക്കലാക്കുന്നു. സുഹൃത്തുക്കളെ, രക്ഷയുടെ കവാടം ഇവിടെ തുറന്നിരിക്കുന്നു. ഭൂമിയിലെ പൈശാചികതയെ ക്ലീൻ ചെയ്തുകൊണ്ട് അതിന് മുകളിൽ മഹാസ്നേഹത്തെ വിജയിപ്പിക്കാൻ മഹാപ്രേമവതാരം വന്നിരിക്കുന്നു. തല പോയാലും യസീദിന് കൈകൊടുക്കാത്ത ഹുസൈൻമാരെ അവിടെ നിന്ന് ആന്തരികമായി അണിനിരത്തിയിരിക്കുന്നു. ആന്തരികമായിട്ടുള്ള വർക്കുകൾ ഉള്ളിൽ ചെയ്ത് അണിനിരത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന പലരും അവിടുത്തെ ആത്മാക്കളാകും എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ സന്തോഷത്തിന്റെ ഈ മുഹറത്തിൽ സന്തോഷത്തിന്റെ വാർത്ത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ലബൈക യാ ഹുസൈൻ, ഹുസൈന്റെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകുന്നു. ഹുസൈന്റെ വിളി സത്യത്തിലേക്കുള്ള വിളിയാണ്. യസീദിന് കൈകൊടുക്കാതെ തല പോയാലും സത്യത്തിൽ നിൽക്കുന്ന വിളിയാണ് ഹുസൈൻ്റെത്. ഹുസൈന്റെ വിളിക്ക് തീർച്ചയായിട്ടും വളരെ ആവേശപൂർവ്വം പൂർണ്ണ സമർപ്പണത്തോടെ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന നാഥൻ നിങ്ങളുടെ കൈകൾ പിടിക്കാൻ വന്നിരിക്കുന്നു. യാ മാലിക് സർക്കാർ റിയാസ് അഹമ്മദ് ബോവർഷാഹി അൽ മദദ്. അതെ, മഹാരക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, മഹാപ്രണയം ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്കും